പശ്ചിമ ബംഗാളിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. അവിടെ അവസാനഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. മറ്റന്നാൾ രണ്ടാം ഘട്ട വിധിയെഴുത്ത്. കലാശക്കൊട്ട് കൊഴുപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ അടക്കമുള്ളവർ ഇന്ന് സംസ്ഥാനത്ത് റാലികളിൽ പങ്കെടുക്കും. ടിഎംസി BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 142 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. നോബിൾ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബിൾ, രണ്ടാം ഘട്ട പ്രചാരണാവേശത്തിലാണ് പശ്ചിമ ബംഗാൾ ഉള്ളത്. പ്രധാനമന്ത്രി അടക്കമുള്ള ദേശീയ നേതാക്കൾ വീണ്ടും ബംഗാളിലെത്തുന്ന സാഹചര്യം. അതേസമയം ഇന്നലെ അടക്കം ഒരു കൊലപാതകം അവിടെ നമ്മൾ കണ്ടതാണ്. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അവിടെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആക്രമണങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യം എന്താണ്? എത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്? പോളിംഗ് ബൂത്തിലെ തയ്യാറെടുപ്പുകളൊക്കെ പൂർണ്ണമായോ? വെരി ഗുഡ് മോർണിംഗ്. പശ്ചിമ ബംഗാൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക് പോവുകയാണ്. ഇന്ന് പരസ്യപ്രചരണം അവസാനിക്കുന്നു. 142 മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ വിധി എഴുതാൻ ഉള്ളത്. ഈ അവസാന മണിക്കൂറുകളിലും വലിയ പ്രചാരണം സംസ്ഥാനത്ത് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള ആളുകൾ BJP പ്രചരണത്തിന് വേണ്ടി ഇന്ന് സംസ്ഥാനത്തുണ്ട്. അതോടൊപ്പം തന്നെ മമതാ ബാനർജി നിരവധി റാലികളിൽ പങ്കെടുക്കുന്നു. TMCയുടെ MPമാർ സജീവമായി തന്നെ ഇന്ന് എല്ലാ റാലികളിലും പങ്കെടുക്കും. അത്തരത്തിൽ 142 മണ്ഡലങ്ങളിലും ഇളക്കി മറിച്ചുകൊണ്ടുള്ളൊരു കലാശക്കൊട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വലിയ പോരാട്ടം ഇത്തവണ പശ്ചിമ ബംഗാളിൽ നടക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 142 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 2021 തെരഞ്ഞെടുപ്പിൽ TMC ജയിച്ചത് 123 മണ്ഡലങ്ങൾ, അതായത് ഭൂരിഭാഗം മണ്ഡലങ്ങളും TMC ആയിരുന്നു ജയിച്ചത്. 18 മണ്ഡലങ്ങളിൽ മാത്രമാണ് ആ ഘട്ടത്തിൽ BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത്. തെക്കൻ ബംഗാളിലെ ഒപ്പം കൽക്കത്തയുടെയൊക്കെ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇപ്പോൾ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കുക എന്നാണ് BJPക്ക് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും. ഭവാനിപ്പൂരിലാണ് ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുന്നത്. ഒരു വശത്ത് മമതാ ബാനർജി, മറുവശത്ത് സുവേന്ദു അധികാരി. കഴിഞ്ഞ 2021 നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരി മമതാ ബാനർജി 1900 വോട്ട് തോൽപ്പിച്ചത് വലിയ ചരിത്രമാണ്. ആ ചരിത്രം ഭവാനിപ്പൂരിലും ആവർത്തിക്കുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. പ്രത്യേകിച്ച് SIR വഴി സംസ്ഥാനത്ത് 51,000 വോട്ടുകൾ ഈ പറഞ്ഞ ഭവാനിപ്പൂരിൽ വെട്ടിപ്പോയപ്പോൾ കഴിഞ്ഞ തവണത്തെ മമതയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വെറും 58,000 മാത്രമാണ്. ഇത് മമതയും അല്പം ആശങ്കയിലാക്കുന്നുണ്ട്. ഇതാണ് BJPയുടെ ഒരു ആത്മവിശ്വാസം ഭവാനിപ്പൂരിൽ. എന്താണെങ്കിലും വാശിയേറിയ പ്രചാരണം ഇന്ന് നടക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവിന്റെ കൊലപാതകം അടക്കമുള്ള വിഷയങ്ങൾ അവസാന ഘട്ടത്തിൽ സജീവ ചർച്ചയിലേക്ക് വരുന്നു. ഇപ്പോൾ അല്പം കഴിയുമ്പോൾ തന്നെ റാലികളൊക്കെ ആരംഭിക്കും എന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കനത്ത സുരക്ഷ പശ്ചിമ ബംഗാളിൽ തുടരുന്നു എന്നാണ്. കാരണം ഒന്നാം ഘട്ട വോട്ടെടുപ്പിനിടെ പലയിടത്തും സംഘർഷങ്ങളുണ്ടായി. അതിന് പിന്നാലെ സംഘർഷങ്ങളുണ്ടായി. ഈ പറഞ്ഞ കൊലപാതകം അടക്കമുണ്ടായി. ആ പശ്ചാത്തലത്തിൽ കേന്ദ്രസേനയുടെ റൂട്ട് മാർച്ച് അടക്കം ഇന്നലെ പലയിടത്തും നടന്നിരുന്നു. അത്തരത്തിൽ വലിയ തരത്തിൽ കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാനുള്ള നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. കൃത്യമായി തന്നെ വിലയിരുത്തൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അവലോകന യോഗം അടക്കം ഉണ്ടായി എന്ന് അറിയാൻ കഴിയുന്നു. എന്താണെങ്കിലും വാശിയേറിയ പോരാട്ടം, വാശിയേറിയ പ്രചരണം 1.5 മാസക്കാലം SIR മുതൽ വനിതാ സംവരണം വരെ അഴിമതി, അതോടൊപ്പം ഗുണ്ടാരാജ് അടക്കമുള്ള നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ട് ഇന്നിപ്പോൾ നടക്കുന്നു. പരസ്യപ്രചരണം ഇന്നിപ്പോൾ അവസാനിക്കുന്നു. മറ്റന്നാൾ പശ്ചിമ ബംഗാൾ അവസാനഘട്ട വോട്ടെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ആദ്യഘട്ടത്തിൽ 92.9 എന്ന റെക്കോർഡ് പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത്. അത് വലിയ ആത്മവിശ്വാസം പാർട്ടികൾക്ക് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഉയർന്ന പോളിംഗ് ശതമാനം രണ്ടാം ഘട്ടത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തി നിൽക്കുകയാണ്. നോബിൾ മാരിക്കാരനാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.